നല്ല ചൂട് ചോറിലേക്ക് ചൂടായിട്ടുള്ള ആ തക്കാളിക്കറിയും കൂടെ അങ്ങ് ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ കൈ കൊള്ളാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. വെൽക്കം ടു അയ്യയ്യോ പൂജ 5 മിനിറ്റ് റെസിപ്പി സീരീസ്. അപ്പോഴേ ഈ തക്കാളിയും പച്ചമുളകും എണ്ണയിലേക്ക് ചാടുന്ന ആ ഷോട്ട് ഉണ്ടല്ലോ, അതെങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അപ്പൊ ലേലുവല്ലു തക്കാളി പച്ചമുളകും ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആകെ മസാലകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പ്, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇല്ലാത്ത യാതൊരു കാര്യങ്ങളും ഇല്ല നമുക്ക്. സാമ്പാർ മാത്രമല്ല, ഞാൻ പല കറികളിലും സാമ്പാർ പൊടി ഇടാറുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് യോജിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിനെ സാമ്പാർ അല്ല ആക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില അങ്ങ് നേരെയാക്കി വെക്കാം. ഈ മുരിങ്ങയില ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കിള്ളി എടുക്കുന്നതിന് പകരം എളുപ്പത്തിൽ പണി തീർക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്, കാണിച്ചു തരട്ടെ. ഇതുപോലെ അങ്ങ് കാവടി തുള്ളുന്ന പോലെ നന്നായിട്ട് അങ്ങ് കുലിക്കാൻ മതി. എല്ലാ ഇലകളും ചടപടപടപടപടേന്ന് പേപ്പറിലേക്ക് വീണോളും. ഓക്കെ, വളരെ കുറച്ച് ഇലകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അത് മാത്രം നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പൊ പണി ഈസി ആയില്ലേ? എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഈർപ്പമൊന്നും ഇല്ലാതെ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കറി ഇതാ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. വെറും നാളികേരം മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇതെന്നല്ലോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നി അരയ്ക്കാൻ വേണ്ടി അരച്ചപ്പോൾ നാളികേരം കുറച്ച് എക്സ്ട്രാ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അത് ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ കുറച്ച് കൂടുതൽ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പിന്നെയും കൂട്ടാൻ വേണ്ടി അരയ്ക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടാന്റെ സംഭവം എന്ന് പറയുന്നത് റെഡിയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ തൂവിക്കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കാം 5 മിനിറ്റ് അല്ലേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത്. 5 മിനിറ്റ് പോലും എടുക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പോകുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്നുള്ളത് കോമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നമ്മുടെ 5 മിനിറ്റ് റെസിപ്പി സീരീസ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് റെസിപ്പീസ് വരാൻ പോകുന്നുണ്ട്. മിസ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റിയ റെസിപ്പീസ് ആണ് ഇതിലൂടെ ഞാൻ കൊണ്ടുവരുന്നത്. സോ കീപ് വാച്ചിങ് അയ്യയ്യോ പൂജ ചാനൽ. പിന്നെ ഒരു കാര്യം മറക്കാതെ ചെയ്യേണ്ടത്, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സേവ്, ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ വരെ ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. ദിസ് ഇസ് അയ്യയ്യോ പൂജ സൈനിങ് ഓഫ്. ബൈ.